എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഈക്വൽ ക്വാഡ്സ് അഥവാ തുല്യ ഞാണുകൾ. അപ്പം നമുക്കറിയാം, ഒരു സർക്കിളിലെ ഞാണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ? അതായത് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതിനെയാണ് നാം എന്ത് പറയുക? കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതും ഒരു കോഡ് തന്നെയാണ് അല്ലേ? നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഒരു കോഡ് തന്നെയാണ്. കാരണം അത് നോക്കിയ സർക്കിളിലെ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു അല്ലേ? അപ്പോൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ കോഡിനെ നാം എന്ത് പറയും? ഡയമീറ്റർ എന്ന് പറയും അല്ലേ? വ്യാസം എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം, വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡ് ഏതാണ്? അതാണ് സർക്കിളിന്റെ ഡയമീറ്റർ. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങും തോറും നോക്കിയേ, വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് അകലം കൂടും തോറും എന്താണ്? ഈ കോഡുകളുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലേ? ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ഇതിന്റെ തൊട്ടടുത്ത കോഡാണ് ഇത് അല്ലേ? അതിനേക്കാൾ ഇതിനേക്കാൾ നീളം കുറഞ്ഞതിന്, അതിനേക്കാൾ നീളം കുറഞ്ഞതിന്, ഇതിനേക്കാൾ നീളം കുറഞ്ഞതിന് അല്ലേ? അതായത് നീളം കുറവ്. അപ്പൊ വൃത്തകേന്ദ്രത്തിൽ നിന്ന് അകലം കൂടും തോറും ഞാണുകളുടെ അല്ലെങ്കിൽ കോഡുകളുടെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലുള്ള ഞാണുകൾ. ഇപ്പൊ രണ്ട് ഞാണെടുക്കാണ്. ഇപ്പൊ നോക്കിയത് വൃത്തത്തിന്റെ സെന്റർ അല്ലെ, കേന്ദ്രം. ഇതിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഞാണെടുത്തു. അതേപോലെ ഒരേ അകലത്തിൽ ഇവിടെ ഇപ്പൊ 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതേ 2 സെന്റിമീറ്റർ അകലത്തിൽ ഞാൻ മറ്റൊരു ഞാനെടുത്തു അല്ലെ? അപ്പൊ അതായത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള രണ്ട് ഞാണുകൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ഞാണുകൾക്ക് തുല്യ നീളമായിരിക്കുമോ? മനസ്സിലായോ? ഇതാണ് നാം ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു സർക്കിള്, ആ സർക്കിളിൽ നിന്ന് ഇത് വൃത്തത്തിന്റെ കേന്ദ്രം, അതിൽ നിന്ന് തുല്യ അകലത്തിൽ, കണ്ടില്ല, തുല്യ അകലത്തിലുള്ള രണ്ട് ഞാണുകൾ, രണ്ട് കോഡുകൾ, ഒന്നിതും ഒന്നിതും. അപ്പൊ ഇതിന്റെ നീളം എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാം ഇവിടെ നിന്ന് ഈ നീളം എത്രയാണോ അതേ നീളത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കരുത്. കണ്ടാ, ഇവിടെ 90 ഡിഗ്രി, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലംബ ദൂരം അല്ലേ? ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് അകലങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്, ഈ രണ്ട് കോഡിനും തുല്യ നീളമായിരിക്കുമോ? ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇതാണ് സർക്കിളിന്റെ കേന്ദ്രം അല്ലേ? ഇത് ഈ കോഡിന്റെ അറ്റം. ഈ അറ്റവും ഇതും തമ്മിൽ, വൃത്തത്തിന്റെ കേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുന്നു. അതുപോലെ ഈ അറ്റവും വൃത്തത്തിന്റെ കേന്ദ്രവും തമ്മിൽ ഞാൻ ഒന്നും യോജിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലേ? ഈ ത്രികോണങ്ങളുടെ നോക്കിയാൽ ഈ ആംഗിൾ 90, ഈ ആംഗിൾ 90 അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മറ്റേ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞത്. റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇനി ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, അതായത് ഇതിന്റെ 3 വശങ്ങളൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഈ ത്രികോണത്തിന്റെ ഈ വശം അല്ലേ, ഈ വശവും ഈ ത്രികോണത്തിന്റെ ഈ വശവും ഈക്വലാണ്. എന്താണ് കാരണം? കാരണം ഈ സർക്കിളിന്റെ രണ്ടും എന്താണ്? റേഡിയസുകളാണ് അല്ലേ? അപ്പൊ റേഡിയസ് ഒക്കെ ഈക്വൽ ആയിരിക്കൂലേ? ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? AOയും AO = CO. എന്താണ് അതിന് കാരണം? റേഡിയസ് സെയിം സർക്കിൾ അല്ലേ? ഓഫ് സെയിം സർക്കിൾ. അതായത് ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് അതല്ലേ? ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ. ഇനി നോക്കിയേ, ഇനി ഇത് രണ്ടും ഈക്വലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്? വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലുള്ള ഞാണുകളാണ് അല്ലെ? തുല്യ അകലമാണ് അല്ലേ? അപ്പൊ നമുക്കൊരു പണിക്കാം. ഈ പോയിന്റിന് നമുക്കൊരു P എന്ന് കൊടുത്തു, ഇതിന് നമുക്കൊരു Q എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ OP = OQ എന്ന് എഴുതാം അല്ലേ? അതെന്താണ് കാരണം? അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? ഗിവൺ. ആ കാര്യം നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ അത് ഈക്വൽ ആണല്ലോ. അതായത് ആംഗിൾ P എന്ന് പറഞ്ഞതും ആംഗിൾ Qവും ഈക്വൽ ആണ്. എത്ര ഡിഗ്രിയാണിത്? 90 ഡിഗ്രി വെച്ച്. അതായത് രണ്ട് മട്ട ത്രികോണങ്ങൾ, അതിന്റെ നോക്കിയ ഹൈപ്പോട്ടിനസ്, കർണങ്ങൾ ഈക്വൽ ആണ് അല്ലെ? കർണങ്ങളുടെ നീളം ഈക്വൽ ആണ്. പിന്നെ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണല്ലോ. അതായത് പെർപെൻഡിക്കുലർ ആയ രണ്ട് വശങ്ങൾ ഈക്വൽ ആണ് അല്ലെ? ഇതിന്റെ ഇതും ഈ വശവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഈ ബേസ്, ഇതിന്റെ ബേസും ഇതിന്റെ ബേസും ഈക്വൽ ആയിരിക്കും അല്ലെ? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? APയും CQവും ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ നീളത്തിന്റെ ഇരട്ടിയല്ലേ ഈ നീളം അല്ലേ? അതുപോലെ ഇതിന്റെ ഇരട്ടിയല്ലേ ഈ നീളം? അതെങ്ങനെ ഇരട്ടി എന്ന് പറയാൻ എന്താ കാരണം? കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള പെർപെൻഡിക്കുലർ ഞാണിനെ സമഭാഗം ചെയ്യും അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? Therefore AB = CD.
എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിട്ടി. എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലുള്ള കോഡുകൾക്ക് ഒരേ ഡിസ്റ്റൻസ് തുല്യമാണെങ്കിൽ ആ കോഡുകൾക്ക് എന്തായിരിക്കും? തുല്യ നീളമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്കിതെങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾക്ക് തുല്യ നീളമാണെങ്കിൽ, അല്ലെ, രണ്ട് ഞാണുകൾക്ക് ഏതെങ്കിലും രണ്ട് ഞാണുകൾ എടുക്കുക, ആ ഞാണുകളുടെ നീളം തുല്യമാണെങ്കിൽ ആ ഞാണുകൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് എന്തായിരിക്കും? തുല്യ അകലത്തിലായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം പറഞ്ഞത് തുല്യ അകലത്തിലാണെങ്കിൽ കോഡുകൾക്ക് ഒരേ നീളമാണെന്ന് പറഞ്ഞു. നേരെ തിരിച്ചു പറയുകയാണെങ്കിലോ, കോഡുകളുടെ നീളം തുല്യമാണെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 158 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Prove that chords of the same length in a circle are at the same distance from the center of the circle. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള രണ്ട് ഞാണുകൾ, അപ്പൊ കോഡുകളുടെ നീളം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോഡുകൾ ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ അകലവും തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ കോഡിന് ഇപ്പൊ നമുക്ക് ഒരു പേരുകൾ കൊടുക്കാം, അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എ ബി എന്ന് കൊടുത്തു, ഇതിന് എ ബി എന്ന് കൊടുത്തു, ഇതിന് നമുക്ക് സി ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഈ സർക്കിളിന്റെ കേന്ദ്രം O എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഈ സിയും ഇതിന് കോഡിന്റെ അറ്റവും സെന്ററും തമ്മിൽ യോജിപ്പിക്കാം. അതുപോലെ ഇവിടെ എയും ഈ ഓയും തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഓക്കെ, അപ്പൊ അവ തമ്മിൽ യോജിപ്പിച്ചു, അല്ലെ? ഇനി നമുക്ക് ഈ പോയിന്റിന് നമുക്ക് ഇവിടെ പി എന്ന് കൊടുത്തു, ഇതിന് നമുക്ക് ക്യൂ എന്ന് കൊടുത്തു. അപ്പൊ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കുക. രണ്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം? ആ ട്രയാങ്കിളിന്റെ സൈഡുകൾ ഈക്വൽ ആണ്, അല്ലെങ്കിൽ കോണുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിളൂടെ കിട്ടിയാലോ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ, ഒരെണ്ണം എ പി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഒരെണ്ണം സി ക്യു ഒ എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകും? നമുക്ക് വേഗം പി ഒ ഇസ് ഈക്വൽ ടു ക്യു ഒ എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ എഴുതാം, നാം എന്താ ചെയ്തത്? ഇപ്പൊ ഓയിൽ നിന്ന്, അല്ലെ, ഒരു ഒ പി വരച്ചു, അല്ലെ? അതായത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയി ഒ പി വരച്ചു, അതുപോലെ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയി നമ്മൾ ഒ ക്യു എന്ന് വരച്ചു, അല്ലെ? ഇത് നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ഡ്രോ ഏതാണ്? ഒ പി പെർപെൻഡിക്കുലർ ടു ഏതിന്? എ ബി, അല്ലെ? എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒ പി വരച്ചു. അതുപോലെ തന്നെ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയി ഒ ക്യു വരച്ചു, അല്ലെ? ഒ ക്യു പെർപെൻഡിക്കുലർ ടു ഏതിന്? സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയി ഒ ക്യൂവും വരച്ചു. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ ഒന്ന് പരിഗണിക്കാം. അപ്പൊ എഴുതാം, കൺസിഡർ ട്രയാങ്കിൾ എ പി ഒ ആൻഡ് ട്രയാങ്കിൾ സി ക്യു ഒ. ട്രയാങ്കിൾ മനസ്സിലായല്ലോ? എ പി ഒ, അല്ലെ? അപ്പൊ ഈ ട്രയാങ്കിൾ എ പി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളും സി ക്യു ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് നമ്മൾ പരിഗണിക്കുന്നത്, അതായത് എടുക്കുന്നത്, അല്ലെ? ഇനി അതിനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ വശങ്ങൾ നോക്കാൻ പോണ്. അതിൽ എ പി എന്ന് പറഞ്ഞ വശവും സി ക്യു എന്ന് പറഞ്ഞ ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം? എ പി is equal to സി ക്യു, ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. എന്താണ് അതിന്റെ കാരണം? ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആണ് വരച്ചിട്ടുള്ളത്, അല്ലെ? പെർപെൻഡിക്കുലർ ആണ് വരച്ചിട്ടുള്ളത്. നാം പഠിച്ചിട്ടുണ്ട്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഞാണിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഞാണിനെ അല്ലെങ്കിൽ കോഡിനെ സമഭാഗം ചെയ്യും, അല്ലെ? അപ്പൊ തുല്യ കഷ്ണങ്ങളാക്കും. നമ്മുടെ ചോദ്യത്തിലുണ്ട് എ ബിയും സി ഡിയും ഈക്വൽ ആണെന്ന് ആദ്യം ചോദ്യത്തിലുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും പി, അല്ലെ? അതുപോലെ ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ക്യൂ. കാരണം എന്താ? ഇത് പെർപെൻഡിക്കുലർ ആണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് എ പി is equal to സി ക്യു. അതിന് നമുക്ക് എന്ത് കാരണം എഴുതാം? ഇതന്നെ എഴുതിയാൽ മതി, അല്ലെ? ഒ പി നമ്മൾ വരച്ചെന്തിനാണ്? ഒ പി വരച്ചത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലെ? ഒ പി is perpendicular to എ ബി. അതുപോലെ തന്നെ ഒ ക്യു നമ്മൾ വരച്ചെന്തിനാണ്? ഒ ക്യു വരച്ചത് സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അല്ലെ? അപ്പൊ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒ ക്യു വരച്ചു കഴിഞ്ഞാൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഇതും ഈക്വൽ ആയത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അടുത്തൊരു വശം നോക്കിയേ. എ ഒ എന്ന് പറഞ്ഞ വശം, സി ഒ എന്ന് പറഞ്ഞ വശം, എ ഒയും സി ഒയും ഈക്വൽ ആണ്. എന്താണ് അതിന്റെ കാരണം? ഇപ്പോൾ നോക്കിയാൽ വൃത്തത്തിന്റെ റേഡിയസ് ആണ്, അല്ലെ? ഇതും റേഡിയസ്, അല്ലെ? അപ്പൊ ഒരു വൃത്തത്തിന്റെ റേഡിയസ് ഒക്കെ തുല്യ നീളല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റേഡിയൈ ഓഫ് സെയിം സർക്കിൾ.
അതായത് ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്, അല്ലെ? ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് അവ രണ്ടും ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഈ ആംഗിളും, അല്ലെ? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്, അല്ലെ? എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അതായത് ഇത് രണ്ട് മട്ടത്രികോണങ്ങൾ നോക്കിയാൽ ഈ മട്ടത്രികോണില് ഈ വശവും ഈ വശവും ഈക്വൽ, അതായത് ബേസ് രണ്ടും ഈക്വൽ ആണ്, ഈ കർണങ്ങൾ രണ്ടും ഈക്വൽ ആണ്, അല്ലെ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ, ഇതും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മൂന്നാമത്തെ വശം ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ട്രയാങ്കിള് എ പി ഒ ആൻഡ് ട്രയാങ്കിൾ, നേരത്തെ എഴുതിയ രണ്ട് ട്രയാങ്കിൾ, അല്ലെ? പിന്നെ സി ക്യു ഒ ആർ ഈക്വൽ. അത് ഈക്വൽ ട്രയാങ്കിൾ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വശം എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും, അല്ലെ? ദെർഫോർ നമുക്ക് എന്ത് എഴുതാം? മൂന്നാമത്തെ വശം, അല്ലെ? ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആയിരിക്കും. ഒ പി ഈസ് ഈക്വൽ ടു ഒ ക്യൂ. ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും ഇവ രണ്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി പിക്ചർ ഷോസ് two chords of the same length through one end of a diameter, അല്ലെ? അതായത് നോക്കിയാൽ നമുക്ക് ഈ ചിത്രത്തിൽ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഡയമീറ്റർ, ഒരു വ്യാസം തന്നിട്ടുണ്ട്. അതിന്റെ ഒരറ്റത്ത് നിന്ന് തുല്യ നീളത്തിലുള്ള രണ്ട് കോഡുകൾ. മനസ്സിലായല്ലോ? ഈ കോഡുകളുടെ നീളം തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ പ്രൂവ് ദാറ്റ് ദി ആംഗിൾ വിച്ച് ദി കോഡ്സ് മേക്ക് വിത്ത് ദി ഡയമീറ്റർ ആർ ഈക്വൽ. അതായത് ഈ ഡയമീറ്റർ, അതായത് വ്യാസവുമായിട്ട് ഈ കോഡുകൾ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളും ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യാം? രണ്ട് ട്രയാങ്കിൾ, അല്ലെ? അത് വശങ്ങളായി വരുന്ന അല്ലെങ്കിൽ കോണുകളായി വരുന്ന രണ്ട് ട്രയാങ്കിൾ നമ്മൾ എന്താക്കുക? രണ്ട് ട്രയാങ്കിൾ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ആംഗിളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഈ ആംഗിൾ വരുന്ന രണ്ട് ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നോക്കിയാൽ ഇതൊരു വശം കിട്ടി, ഇത് കിട്ടി, അല്ലെ? ഇതൊരു വശം കിട്ടി, ഇത് കിട്ടി. അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം. ഇതിന്റെ ഈ അറ്റവും ഈ വൃത്തത്തിന്റെ കേന്ദ്രവും ഇതിന്റെ അറ്റവും വൃത്തത്തിന്റെ കേന്ദ്രവും തമ്മിൽ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ട്രയാങ്കിൾ കിട്ടി, അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് നോക്കിയാൽ ഈ ആദ്യത്തെ ഒരു കോഡിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള കോഡിന് എ ബി സി എന്ന് പേര് കൊടുത്തു, അല്ലെ? അപ്പൊ എ ബിയും എ സിയും രണ്ട് കോഡുകൾ. അപ്പൊ ഇതിന്റെ നീളങ്ങൾ ഈക്വൽ ആണ്, അല്ലെ? അപ്പൊ ഇതിന്റെ നീളങ്ങൾ ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ കൂട്ടിമുട്ടിച്ച ഈ വൃത്തകേന്ദ്രത്തെ നമ്മൾ ഓന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയാലോ, അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം കൺസിഡർ ട്രയാങ്കിൾ എ ബി ഒ ആൻഡ് ട്രയാങ്കിൾ എ സി ഒ. ഏതൊക്കെ ട്രയാങ്കിൾ? എ ബി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, എ സി ഒ എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ, അല്ലെ? നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കിയാൽ ഇനി നമുക്ക് ഓരോ വശങ്ങൾ നോക്കാം. ഈ ത്രികോണത്തിന്റെ, അല്ലെ? ഈ രണ്ട് ത്രികോണത്തിൽ നോക്കിയാൽ ഈ വശം നോക്കിയാൽ ഒ ബി എന്ന് പറഞ്ഞ വശം ഒ സി എന്ന് പറഞ്ഞ വശവും ഇത് രണ്ടും തുല്യമാണ്, അല്ലെ? എന്താണ് കാരണം? ഇത് രണ്ടും സർക്കിളിന്റെ റേഡിയസ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എഴുതിക്കൂടെ? ഒ ബി സീക്വൽ ടു ഒ സി. അപ്പൊ ഒ ബിയും ഒ സിയും ഈക്വൽ ആണ്. എന്താണ് അതിന്റെ കാരണം? റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. അതായത് ഒരേ വൃത്തത്തിന്റെ ആരങ്ങളാണ് അത് രണ്ടും, അല്ലെ? ഒരേ വൃത്തത്തിന്റെ ആരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് രണ്ട് ഈക്വൽ ആവുമല്ലോ, ഈക്വൽ ആവും. ഇനി ഇത് ഈ രണ്ട് ത്രികോണം മറ്റൊരു വശം നോക്കിയാൽ എ ബി എന്ന് പറഞ്ഞ വശവും എ സി എന്ന് പറഞ്ഞ വശവും അത് രണ്ട് ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്, അല്ലെ? എന്താണ് കാരണം? നമ്മുടെ ചോദ്യത്തിലുണ്ട് ഇത് രണ്ടും എന്താണ്? തുല്യ നീളമുള്ള ഞാണുകളാണ്, അല്ലെ? തുല്യ നീളമുള്ള കോഡുകളാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി സീക്വൽ ടു എ സി, അല്ലെ? ബി സി അല്ലെ എ സി, അല്ലെ? അതിനെന്താണ് കാരണം? നമുക്ക് തന്നിട്ടുള്ളതാണ്, അത് നമുക്കൊന്ന് ഗിവൺ എഴുതിയാൽ മതി. അത് തന്നിട്ടുണ്ട്, അല്ലെ? ഓക്കെ, ഒരേ നീളമുള്ള കോഡുകളാണെന്ന് ചോദ്യത്തിലുണ്ട്. ഇനി ഇതിന്റെ മൂന്നാമത്തെ വശം നോക്കിയാൽ എ ഒ എന്ന് പറഞ്ഞ വശം, അല്ലെ? അപ്പൊ ഈ ത്രികോണ വശമാണ് എ ഒ. ഇനി ഈ ത്രികോണം എടുത്താലും എ ഒ എന്ന് പറയുന്നത് ഇതിന്റെയും വശമാണ്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ഒ ഇസ് ഈക്വൽ ടു എ ഒ. അതായത് രണ്ടിനും പൊതുവായിട്ടുള്ള വശമാണ് എ ഒ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളായിട്ട് ഈക്വൽ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അതിന് തുല്യമായ വശങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള കോണുകളും തുല്യമായിരിക്കും, അല്ലെ? അപ്പൊ തുല്യമായ വശങ്ങൾ, അതിന് ഓപ്പോസിറ്റുള്ള കോണുകൾ. അപ്പൊ തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണ്? ഈ വശം ഈക്വൽ ആണല്ലോ, അല്ലെ? അപ്പൊ ഇതിന് ഓപ്പോസിറ്റ്, എതിരേക്ക് എടുക്കുന്ന കോണ് ഈ കോണാണ്, ഇതിന് എതിരേക്ക് എടുക്കുന്ന കോൺ ഈ കോണാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളും ഈക്വൽ ആയിരിക്കും.
മനസ്സിലായല്ലോ. ഇനി നോക്കിയാൽ ഈ വശവും തുല്യമാണല്ലോ, ആണ് അല്ലേ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഇതാണ്, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കോൺ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തുല്യമായിരിക്കും. നമുക്കിവിടെ എന്താണ് തെളിയിക്കേണ്ടത്? നമുക്ക് ഈ രണ്ട് ആംഗിളും തുല്യമാണെന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന് ഓപ്പോസിറ്റുള്ള ഈ കോണ് ഈ കോണ് അതുപോലെ തന്നെ നോക്കിയാൽ ഇതിന് തുല്യമായ വശമാണിത് അല്ലേ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ കോണും, അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മളിവിടെ നോക്കിയ 3 വശങ്ങളും തുല്യമാണെന്ന് എഴുതിയില്ലേ. അതുകൊണ്ട് നമുക്ക് എഴുതാം ട്രയാങ്കിൾ ABO ആൻഡ് ട്രയാങ്കിൾ ACO. നമ്മൾ മുകളിൽ എഴുതി 2 ട്രയാങ്കിളും, അത് രണ്ടെന്താണ്? ആർ ഈക്വൽ. ആ 2 ട്രയാങ്കിളും തുല്യമായ ത്രികോണങ്ങളാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? therefore ആംഗിൾ BAO ഈക്വൽ ടു ആംഗിൾ CAO. എന്താണ് അത് എഴുതിയിട്ടുള്ളത്? BAO ഈ ആംഗിളും CAO ഈ ആംഗിളും തുല്യമാണ്. അത് രണ്ടും തുല്യമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. BAOയും CAOയും തുല്യമാണ്. അതിന് നമ്മൾ എന്ത് കാരണം എഴുതും? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അതായത് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളാണ് അവ. മനസ്സിലായല്ലോ. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളാണ്, അതുകൊണ്ട് ഈ 2 ആംഗിളുകളും തുല്യമായിരിക്കും അല്ലെ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. In the picture, 2 chords of the same length in a circle are extended to meet at a point. അതായത് ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള 2 കോഡുകൾ. മനസ്സിലായല്ലോ. ഒരേ നീളമുള്ള 2 കോഡുകൾ, ആ 2 കോഡുകൾ ഇങ്ങനെ നീട്ടിയിട്ട് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു അല്ലെ. കൂട്ടിമുട്ടുന്നു. ഇനി എന്താണ് മറ്റുള്ളത്? പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് മേക്ക് ദി സെയിം ആംഗിൾ വിത്ത് ദി ലൈൻ ജോയിൻ ദി സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി പോയിന്റ്സ് വേർ ദി ലൈൻസ് മീറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പോയിന്റ് അല്ലെ, ഇതായത് ഈ 2 കോഡുകളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റും സർക്കിളിലെ ഈ വൃത്തത്തിന്റെ കേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരു വര കിട്ടി അല്ലെ, യോജിപ്പിക്കുന്നു. അതുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിളുകൾ, അപ്പൊ ഈ ആംഗിളുകൾ തുല്യമാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ 2 കോഡും തുല്യ നീളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതെന്താണ്? ഇത് സർക്കിളിലെ ഈ സെൻട്രൽ നിന്ന് ഇങ്ങോട്ട് നീട്ടിയ ഒരു വര അല്ലെ. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? 2 ട്രയാങ്കിൾ കിട്ടേണ്ട രൂപത്തിൽ അല്ലെ. നമുക്ക് ഈ ആംഗിളാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ആംഗിൾ വരുന്ന രൂപത്തിൽ 2 ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെ, ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നമുക്ക് ഈ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരച്ചു കൊടുക്കാം അല്ലെ. അതുപോലെ ഇവിടേക്കും പെർപെൻഡിക്കുലർ വരച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ത്രികോണത്തിന് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതേസമയം നമ്മൾ ഇവിടെ കൂട്ടിമുട്ടിക്കുകയാണെങ്കിലോ ഇവിടെ നമുക്ക് ആംഗിൾ പറയാൻ പറ്റില്ല അല്ലെ, നമുക്ക് ആംഗിൾ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? ഇവിടെ കൂട്ടിമുട്ടിക്കാതെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ആംഗിൾ രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യം തമ്മിൽ അങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഇത് കൂട്ടി യോജിപ്പിച്ചു. ഈ ആംഗിൾ നമുക്കറിയാം എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ ആദ്യത്തെ കോഡ് നമുക്കിപ്പോൾ AB എന്ന് പേര് കൊടുത്തു. രണ്ടാമത്തെ കോഡിന് വേണമെങ്കിൽ ഒരു ABCD എന്ന് പേര് കൊടുത്തു. ഇനി വൃത്തത്തിൻ്റെ കേന്ദ്രം നമുക്ക് O എന്ന് കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ABCD എന്ന് കൊടുത്തു, E. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് വരുന്ന 2 ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ഇതും അല്ലേ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 2 ആംഗിൾ അല്ലേ, ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം, PQ എന്ന് കൊടുക്കാം, PQ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ APQ അല്ലേ, APQ അല്ലെ APO ഈക്വൽ ടു ആംഗിൾ CQO ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതൊരു 2 മട്ടത്രികോണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. എന്താണ് അതിന് കാരണം? അതായത് ഇവിടെ OP ഈക്വൽ ടു OQ. എന്താണ് അതിന് കാരണം? ഇത് 2 ഈക്വൽ ആണെന്ന് എന്താണ് ഞാൻ പറയാൻ കാരണം? കാരണം ഇത് 2 തുല്യ നീളമുള്ള കോഡുകളാണ് അല്ലേ. അപ്പൊ തുല്യ നീളമുള്ള കോഡുകൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കുമല്ലോ, ആയിരിക്കും അല്ലേ. അപ്പൊ അത് നമുക്ക് റീസൺ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് റീസൺ എന്ത് എഴുതാം? 2 ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ അല്ലെ. അതായത് ഒരു വൃത്തത്തിലെ തുല്യമായ 2 ഞാണുകൾ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും അല്ലെ. അപ്പൊ അത് എഴുതി വെക്കാം.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ആംഗിളും 90 ഡിഗ്രി എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. ഈ വശവും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കിയേ, ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള വശമാണ് അല്ലേ. രണ്ടിനും കോമൺ ആയിട്ടുള്ള വശമാണ്. അതായത് ഇഒ ഇസ് ഈക്വൽ ടു ഇഒ. എന്താണ് കാരണം? രണ്ടിനും കോമൺ ആയിട്ടുള്ള വശമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് മട്ടത്രികോണങ്ങളിൽ അപ്പോൾ കർണം ഇതിന് രണ്ടിനും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അതായത് ലംബങ്ങളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മൂന്നാമത്തെ വശം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ മൂന്നാമത്തെ വശവും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും? രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ഇ പി ഒ അല്ലേ. ട്രയാങ്കിൾ ഇ പി ഒ ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഒ ആർ ഈക്വൽ. അത് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ തുല്യ വശങ്ങൾക്ക് അല്ലേ എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതും തുല്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ ഇതാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കോൺ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ദെർഫോർ ആംഗിൾ പി ഇ ഒ ഈക്വൽ ടു ആംഗിൾ ക്യു ഇ ഒ. എന്താണ് അതിന് നമുക്ക് ആരാ എഴുതാൻ പറ്റിയത്? അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അതായത് തുല്യ നീളമുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകളാണ് അവ രണ്ടും. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് കോണുകളും ഈക്വൽ ആണെന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആദ്യം ഇവിടെ എഴുതിക്കുക കൺസിഡർ ട്രയാങ്കിൾ. ഏത് രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തത്? ട്രയാങ്കിൾ ഇ പി ഒ അല്ലേ. ഇ പി ഒ ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഒ. മനസ്സിലായല്ലോ. ഇ പി ഒ ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇത് രണ്ടും ട്രയാങ്കിളാണ് ആദ്യം നമ്മൾ അങ്ങോട്ട് പ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ. ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.